2006 3G മൊബൈൽ വേൾഡ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനമായിട്ട് തുടങ്ങി. ഇപ്പോൾ 2025 ആയപ്പോൾ ഞാനിപ്പോൾ ഉദ്ഘാടനം ചെയ്യുന്നത് ഇത് മൈജിയുടെ 125ാമത്തെ ഷോറൂമാണ്. അപ്പോൾ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ റീറ്റെയിൽ ശൃംഖലയായിട്ട് മാറിയിട്ടുണ്ട്. ഇനിയും വലിയ ഉയരങ്ങളിലേക്ക് പോകാനായിട്ട് മൈജിക്ക് സാധിക്കട്ടെ. ഇതിനോടകം 2019 കോട്ടയത്താണെന്ന് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് മൈജിയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഉദ്ഘാടനം ചെയ്യുന്നത്. അതിനുശേഷം പല സ്ഥലങ്ങളിലായിട്ട് ഞാൻ തന്നെ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഐശ്വര്യവും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവിധ ആശംസകളും മൈജിക്ക് നേരുന്നു. ഇനിയും ഈ 125 ഇനി 250ഉം 500ഉം ഒക്കെ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം ഇന്നിവിടെ വന്നിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ സന്തോഷങ്ങളും നന്മകളും മാത്രം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. ഇനി ഉദ്ഘാടനം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് ബാക്കി. ഓക്കെ, ലവ് യു ഓൾ. ഇനോഗ്രേഷന് ശേഷം റിബൺ കട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പ്രിയപ്പെട്ട താരം തിരിച്ച് ഈ വേദിയിലേക്ക് എത്തുന്നത്. ഞാൻ നിരവധി തവണ മൈജി ഷോറൂം വിസിറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ആ ഷോറൂമുകളൊക്കെ പോലെ തന്നെ ഇതും ഗംഭീരമായിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല നല്ല ഓഫറുകൾ തരും എന്നാണ് മൈജി വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. നല്ല ഓഫറിൽ അടിപൊളി സാധനങ്ങൾ മേടിക്കുക, ഉപയോഗിക്കുക. പിന്നെ ഇങ്ങനെ രണ്ടാമത് സംസാരിക്കാനൊരു അവസരം കിട്ടിയ കാര്യങ്ങളെ കൊണ്ട് പറയാം. ഞാൻ പ്രൊഡ്യൂസ് ചെയ്തൊരു സിനിമ 10-ാം തീയതി ബേസിൽ ജോസഫ് നായകനായിട്ടുള്ള സുരേഷ് കൃഷ്ണ, രാജേഷ് മാധവൻ, സിജു സണ്ണി, ഹരീഷ്മ തുടങ്ങി കുറച്ചധികം ആളുകളുള്ള ഒരു സിനിമയാണ്. അപ്പോൾ കഴിയുമെങ്കിൽ ഫ്രീ ആണെങ്കിൽ 10-ാം തീയതി തിയേറ്ററിൽ പോയി സിനിമ കണ്ടു നോക്കും. ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബേസിക്കലി എല്ലാവർക്കും നല്ലത് മാത്രം വേണ്ടേ, എനിക്കും നല്ലത് തന്നെ വേണ്ടേ. താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ ടൊവിനോ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടൊവിനോ തോമസ് പ്രൊഡക്ഷൻസിന്റെ ആദ്യ ചിത്രം മരണമാസ് ഏപ്രിൽ 10-ാം തീയതി റിലീസ് ചെയ്യുകയാണെന്ന് ഓൾറെഡി അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് ടൊവിനോയുടെ ആ ഒരു തിരുത്തുണ്ട്. ആദ്യ സിനിമയല്ല ടൊവിനോ തോമസ് പ്രൊഡക്ഷൻസ്. ഞാൻ അതിനു മുമ്പ് ആദ്യം കിലോമീറ്റേഴ്സ് വിശേഷ